എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ലോകത്തിലെ നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണല്ലോ. ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ രാവും പകലും കഷ്ടപ്പെടുന്നതും നാട് വിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നതും എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ഏതായാലും കഷ്ടപ്പെട്ടു, എൻ്റെ മക്കളെങ്കിലും കഷ്ടപ്പെടാതെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വലിയ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ വരെ ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവർക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മാതാവും പിതാവും ഒരു മകന് ഒരു മകൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമ, ഈ പറഞ്ഞതെല്ലാം വലിയ ബാധ്യത തന്നെയാണ്, പക്ഷേ അത് നമുക്ക് നമ്മുടെ കടമയാണ്. മക്കളുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അവർ ചെറിയ കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അവരുടെ വിഷമങ്ങൾ, അവരുടെ വേദനകൾ, സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കാനൊരു മനസ്സ് നമുക്കുണ്ടാവണം. അവർ വളരെ സന്തോഷത്തോടെ വന്ന് പറയുന്ന കാര്യമായിരിക്കും, അപ്പോൾ നമ്മൾ വല്ല തിരക്കിലായിരിക്കും, അപ്പോൾ നമുക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരെ അവഗണിക്കും, അവർ വലിയ വിഷമത്തോടെ മടങ്ങിപ്പോവും. ചിലപ്പോൾ അവർ സങ്കടം വന്ന് പറയായിരിക്കും, ചിലപ്പോൾ യാത്രയിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടായ വലിയ വിഷമങ്ങളോ ദുരന്തങ്ങളോ വേദനകളൊക്കെ ആവാം. ഒന്നും പരിഗണിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മക്കൾ മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും. ഞാൻ എൻ്റെ അച്ഛനമ്മനോട് അല്ലെങ്കിൽ എൻ്റെ വാപ്പാനോടും മാടും എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവർ എൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നവർക്ക് തോന്നി തുടങ്ങിയാൽ പിന്നീട് നമ്മോടൊന്നും അവർ വന്ന് പറയാതെ ആവും. അവരുടെ ആവശ്യങ്ങളൊന്നും പ്രത്യേകിച്ച് അല്ലെങ്കിൽ അവരുടെ വേദനകളൊന്നും പ്രത്യേകിച്ച് നമ്മോട് പറയാതെ ആവും. സ്വാഭാവികമായും ഇതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തെന്ന് ചോദിച്ചാൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അവരുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. എത്ര വലിയ സമ്പന്നരായ മാതാപിതാക്കളാണെങ്കിൽ പോലും മക്കളുടെ സഹായങ്ങളോടുകൂടി ജീവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അവരോട് പറയുമ്പോൾ അവരും എന്തു ചെയ്യും, മെല്ലെ മെല്ലെ നമ്മൾ അവഗണിക്കാൻ തുടങ്ങും. അത് വലിയൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ നമ്മുടെ എല്ലാ തിരക്കിനിടയിലും കുറച്ച് സമയം നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് ബാക്കിയുള്ള മൊബൈലും ടി വി എല്ലാം മാറ്റിവെച്ച് അല്പസമയം അവരുടെ ജോലി ചെയ്യുന്ന മക്കളാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും, പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ പഠനത്തിൻ്റെയും അവരുടെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അവരുടെ യാത്രയും അവരുടെ എല്ലാ സന്തോഷങ്ങളിലും അവരുടെ സങ്കടങ്ങളിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിൽ അവർ വന്ന് നമ്മോട് ഇങ്ങോട്ട് പറയുമ്പോൾ ഒന്ന് കാത് കൊടുക്കാൻ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ, അതൊരു പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾ